ഈ വർഷത്തെ ഓണാഘോഷത്തിൽ പങ്കുചേരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ നമസ്കാരം. ഓണം സ്നേഹത്തിൻ്റെതാണ്, കൂട്ടായ്മയുടേതാണ്, പരസ്പര വിശ്വാസത്തിൻ്റെതാണ്, സഹകരണത്തിൻ്റെതാണ്, എല്ലാ നന്മയുടേതുമാണ്. അതുകൊണ്ടാണ് മഹാബലിയൊക്കെ ഇപ്പോ PSC ചോദ്യമായി മാറി. മഹാബലിയുടെ ഒറിജിനൽ നെയിം എന്താണെന്ന് ഇപ്പോഴാണ് മഹാബലിക്ക് വേറെ പേരുണ്ടെന്ന് അറിയുന്നു. മഹാബലിയുടെ ഒറിജിനൽ നെയിം ഇന്ദ്രസേൻ എന്നതാണ്. ഇന്ദ്രസേനൻ ഉണ്ടായിരുന്നു. മഹാബലിയുടെ മകന്റെ പേര് ബാണാസുരൻ എന്നാണ്. മഹാബലിക്ക് ഭാര്യ ഉണ്ടായിരുന്നു, വിന്ധ്യമാല എന്നായിരുന്നു മഹാബലിയുടെ ഭാര്യയുടെ പേര്. അപ്പോ ഈ അടുത്ത കാലത്ത് ഒരു മാനേജ്മെന്റ് വിദഗ്ധർ ഒരു പുതിയ കാര്യം പറഞ്ഞു. ഈ ഓണത്തെ കുറിച്ച് മനുഷ്യരെല്ലാവരും ഒന്നുപോലെയാണ് എന്നൊക്കെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനേക്കാൾ മാനേജ്മെന്റ് വിദഗ്ധർ പറഞ്ഞതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നി. അല്ലെ നമ്മളത് ആലോചിക്കേണ്ടതാണ്. അദ്ദേഹം പറഞ്ഞത് മഹാബലിക്ക് എന്താണ് പറ്റിയത്, ശരിക്കും മഹാബലിക്ക് എന്താണ് പറ്റിയത്? അല്ലല്ല, ആക്ച്വലി മഹാബലിക്ക് എന്താണ് പറ്റിയതെന്നാണ് അദ്ദേഹം ചോദിച്ചത്. മഹാബലി കാണിച്ചത് ഡെലിഗേഷൻ ഓഫ് പവേഴ്സ്. ഈ നമുക്കെല്ലാം ഓരോ ഡെലിഗേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവിടെ ഇരുന്നത്. ഇത് ഭരണ സാന്നിധ്യം വഹിക്കുന്നവരുടെ സീറ്റാണ്. പിന്നെ ഇത് പറയുന്നത് കൊണ്ട് മഹാബലിയുടെ പേരിൽ ഇവിടെ വന്നതാണ്. അപ്പൊ ഓരോരുത്തർക്കും വീട്ടിലായാലും അച്ഛനൊരു ഡെലിഗേഷൻ ഉണ്ട്, അമ്മയ്ക്കൊരു ഡെലിഗേഷൻ ഉണ്ട്, CM-ന് ഡെലിഗേഷൻ ഉണ്ട്, ആഭ്യന്തരമന്ത്രിക്ക് ഒരു ഡെലിഗേഷൻ ഉണ്ട്, അദ്ദേഹത്തിനും ഉണ്ട്, അദ്ദേഹത്തിനാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോ മഹാബലി അസുര ചക്രവർത്തിയാണ്, ദേവനല്ല. ദേവന്മാരാണ് നല്ലവർ. അതെ, അപ്പൊ അസുര ചക്രവർത്തിയാണ് അദ്ദേഹം. അസുരന്മാർക്ക് ആസുരമായ ഭാവങ്ങളാണ് വേണ്ടത്. പക്ഷെ ഇദ്ദേഹം നല്ലവനായി, നല്ലവനിൽ നല്ലവനായി. നല്ലവനിൽ നല്ലവനും ഉണ്ട്, നല്ലവനുക്ക് നല്ലവനും ഉണ്ട്. ഈ നല്ലവനിൽ നല്ലവനായി, നല്ലവനിൽ നല്ലവനായി ഒരുപാട് മനുഷ്യ നന്മയ്ക്ക് വേണ്ടി സ്നേഹത്തിന്റെ ഒക്കെ പ്രവാചകനായി ഏറ്റവും നല്ല ഭരണം കാഴ്ചവെച്ചപ്പോൾ ദേവലോകം ഇളകി. ദേവലോകം ഇളകി എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ ഡെലിഗേഷനിൽ കയറി ഇദ്ദേഹം ആ പവർ ഉപയോഗിച്ചിരിക്കുന്നു. നല്ലവൻ അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രജാക്ഷേമ തൽപരൻ ആയി തീർന്നിരിക്കുന്നു. ഇങ്ങനെയാണ് അവര് ഇദ്ദേഹത്തിനെതിരെ തിരിയാനുള്ള കാരണം. ദേവമാതാവാണ് പോയി മഹാവിഷ്ണുവിന്റെ അടുത്ത് ചെന്ന് ഇങ്ങനെ പോയാൽ ശരിയാകുന്നില്ല, അയാൾ നമ്മുടെ പവർ കൂടി മാനേജ്മെന്റ് വിദഗ്ധം പറഞ്ഞ എക്സർസൈസ് ചെയ്യുന്നതാണ്. അങ്ങനെയാണ് അദ്ദേഹം വന്നത്. വേറെ ഒരു ദോഷം എന്ന് പറയുന്നത്, ഇദ്ദേഹത്തിന്റെ ഒരു ഗുണവും ദോഷവും എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവായിരുന്നു ഇദ്ദേഹത്തിന്റെ ഇഷ്ട ദൈവം. എളുപ്പമായി. അപ്പോൾ ഈ ഓണം ഇതിനൊക്കെ അപ്പുറത്ത് നമ്മളുടെ വിളവെടുപ്പിന്റെയും പൂക്കാലത്തിന്റെയും നമ്മളുടെ കാത്തിരിപ്പിന്റെയും ഒരു വലിയ നിമിഷമാണ്. അതുകൊണ്ടാണ് കടത്തനാട്ട് മാധവി അമ്മ പറഞ്ഞത്, എന്റെ ഉമ്മറത്ത് എന്തൊരാശ്ചര്യ വർണ്ണ സങ്കര ഭംഗികൾ. ഓണക്കാലത്തെ പൂക്കളെ കുറിച്ചാണ്. എന്റെ ഉമ്മറത്ത് എന്തൊരാശ്ചര്യ വർണ്ണ സങ്കര ഭംഗികൾ, കൺകറുത്തതാം കാക്കപ്പൂ നോക്കി പുഞ്ചിരിക്കുന്നു തുമ്പപ്പൂ, നാട്ടലരികൾ കാട്ടലരികൾ പൂത്ത പൂ മുല്ല കുടന്നകൾ. ഓണപ്പൂക്കൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കിട്ടുന്ന പൂക്കളല്ല. അതിൽ നന്ദ്യാവട്ടമുണ്ട്, പവിഴമല്ലിയുണ്ട്, വാടാമല്ലിയുണ്ട്, കോളാമ്പിപ്പൂവുണ്ട്, മൂക്കുറ്റിപ്പൂവുണ്ട്, തുമ്പപ്പൂവുണ്ട്, ചെത്തിപ്പൂവുണ്ട്, ദശപുഷ്പം. ഇതിന് വീട്ടിൽ കൊണ്ട് പോകുന്ന ദശപുഷ്പം. പക്ഷേ ഈ ദശപുഷ്പങ്ങളെ നമ്മൾ ഈ പൂക്കളം ഇടുമ്പോൾ ആ പൂക്കളം വൃത്തത്തിലാണ്, വട്ടത്തിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഏറ്റവും മനോഹരമായ ഈ ഓണക്കാലത്തെ ഏറ്റവും മനോഹരമായ ഈ പൂക്കുളത്തിന് മുന്നിൽ ഇങ്ങനെ വട്ടത്തിൽ ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ് പൂക്കളം വട്ടത്തിലിടുന്നത്? പൂക്കളം വട്ടത്തിലിടുന്നതിന് ഒരു കാര്യമുണ്ട്. പക്ഷെ ഒരു ദിവസം മാത്രം, ഒരു നക്ഷത്ര ദിനം മാത്രം പൂക്കൾ വട്ടത്തിലല്ലേ. മൂലം അന്ന് ചതുരത്തിലാണ്.
പക്ഷെ എല്ലാ ദിവസവും ചതുരത്തിൽ ഇടാത്തത്. ഈ ഓണപ്പൂക്കളം വട്ടത്തിലായിപ്പോയത് വട്ടത്തിലിടുമ്പോൾ നമുക്ക് ഒരു ഒരു ലൊക്കേഷനിലെ ഒരു പ്രത്യേക സ്ഥലത്തെ ഏറ്റവും മധ്യഭാഗത്തെ വട്ടത്തിലിടാൻ പറ്റും. ഇവിടെ ഇപ്പൊ നമ്മൾ ഇതിന്റെ മധ്യഭാഗത്താണ് ഈ വട്ടത്തിലിട്ടിരിക്കുന്നത്. ചതുരത്തിലിട്ടാൽ മിക്കവാറും നമ്മൾ അവിടെ ആയിരിക്കും ഇടുന്നത്, ഏതെങ്കിലും ഒരു മൂലയിലായിരിക്കും ഇടുന്നത്. അങ്ങനെ ഒരു മൂലയിലേക്ക് ഒതുക്കപ്പെടേണ്ടതല്ല ഓണം, ഒതുക്കപ്പെടേണ്ടതല്ല ടാലന്റ് ഉള്ള പ്രതിഭയുള്ള ഒരാൾ. അതുകൊണ്ടാണ് ഈ വൃത്തത്തിന്റെ ആ സന്ദേശം, വൃത്തത്തിന്റെ ആശയം ഈ പൂക്കളത്തിൽ വരുന്നത്. പൂക്കളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പൂക്കൾക്ക് ഒരു ചിട്ടയുണ്ട്, പൂക്കൾക്ക് നീതമായ സ്ഥാനമുണ്ട്. പലതരത്തിലുള്ള പൂക്കളാണ്, അതെല്ലാം വാരി വിതറിയിരിക്കുകയില്ല. അതെല്ലാം ചേരുമ്പോൾ, ചിട്ടയായി ചേരുമ്പോൾ, യഥാസ്ഥാനത്ത് ചേരുമ്പോൾ അതിനൊരു വല്ലാത്ത മനോഹാരിത ഉണ്ടാകും. ഓരോ പൂക്കളും ഓരോ വിഭാഗത്തെ, ഓരോ ജനസഞ്ചയത്തെ സൂചിപ്പിക്കുന്നുവെങ്കിൽ അതിന്റെ സഹകരണത്തിന്റെ, ഒത്തൊരുമയുടെ പ്രത്യക്ഷ ദൃഷ്ടാന്തമാണ് ഇങ്ങനെ ചേർന്ന് വർണ്ണോജ്വലമായി മാറുന്ന ഈ പൂക്കൾ. ഞങ്ങളെന്നെ സംബന്ധിച്ച് കുട്ടിക്കാലത്തല്ല, പഴയ ആളുകൾക്കൊക്കെ ഓണം എന്ന് പറഞ്ഞാൽ അതിന്റെ ആവേശം കാണിക്കുന്നതിൽ ഒരു പ്രധാന ഘടകം വിശേഷൽ പ്രതികൾക്കുണ്ടായിരുന്നു. ഓണം വിശേഷൽ പ്രതി, അതിൽ മുന്തിയ സാഹിത്യന്മാരാണ് എഴുതുന്നത്. മലയാള സാഹിത്യത്തിലെ ഏറ്റവും നല്ല കഥകളും കവിതകളും പിറന്നു വീണത് ഓണക്കാലത്ത് ഇറങ്ങുന്ന വിശേഷൽ പ്രതികളിലാണ്. മുന്തിയ സാഹിത്യമായിരുന്നു. അത് നമ്മളിങ്ങനെ സൂക്ഷിച്ചു വെക്കും. വിശേഷൽ പ്രതികൾ ബൈൻഡ് ചെയ്ത് വെക്കുന്നവരുണ്ട്. ഇപ്പൊ വിശേഷൽ പ്രതികൾ സഞ്ചിയിലാണ് കൊടുക്കുന്നത്. 3 വഴിയാണ്. ഈ ഇടയ്ക്ക് ഒരു പ്രധാനപ്പെട്ട കവിയാണ്, അദ്ദേഹത്തിനെ കണ്ടപ്പോൾ പറഞ്ഞ എന്താ ഒരു വിഷമം പോലെ. ഒന്നുമില്ല, അവന്മാര് കാണിച്ച ആലോചിക്കുകയാണ്, ആര് ഒരു വലിയ പത്രക്കാരെ കുറിച്ചാണ് എന്നെ 3ാമത്തെ ഓഡിയത്തിലാക്കി. സപ്തതിയിലെത്തിയ ഒരു കവിയാണ്. കവിതയും ഏതാണ്ട് ഷഷ്ടി പൂർത്തി കഴിഞ്ഞു. 3ാമത്തെ ഓഡിയത്തില അദ്ദേഹത്തിന് ഓണം പോയി. ഓണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആവശ്യമാണ്. ഈ ഓണക്കാലത്ത് കവിത എഴുതിയിട്ട് കാര്യമില്ല. ഞാൻ കുറച്ചു കാലമായിട്ട് അത് ശ്രദ്ധിക്കാറില്ല. കാരണം ഓണം വിശേഷ പ്രതിയിൽ കഥയോ കവിതയോ എഴുതിയാൽ ആളുകൾ പറയുന്നത് എന്താണെന്നറിയോ? വിശേഷ പ്രതിയിൽ കണ്ടു, വിശേഷ പ്രതിയിൽ ഉണ്ടായിരുന്നല്ലേ, കണ്ടു. വിശേഷ പ്രതി ഇങ്ങനെ മറിച്ച് നോക്കി പോവുകയാണ്. അതിനൊക്കെയാണ് നമ്മള് ഒരു ഞായറാഴ്ച പതിപ്പിൽ വന്ന ധാരാളം പേര് വിളിക്കും. ഞായറാഴ്ച പതിപ്പിലുണ്ടായിരുന്നു, അതെല്ലാരും നോക്കും. വിശേഷ പ്രതിയാണ്, വൈറ്റ് ചെയ്യാനുള്ള ആളാണ്. അതാണ് ഈ ഓണം നമ്മുടെ വലിയ ആവശ്യം. ഞാനിപ്പോ കുറച്ചു കാലമായിട്ട് ഓണത്തിന്റെ ആ ദിവസം പ്രസംഗിക്കാൻ പോകാറില്ല. എന്റെ നല്ല കാലം മുഴുവൻ ഈ ഓണ ദിനങ്ങളിൽ പ്രസംഗിക്കാൻ പോയി നാനാവിധം. കാരണം ഞങ്ങൾ ഒരു 4-5 പേര്, ഞാൻ ചെറുപ്പമാണ്, 4-5 പേര് തീരെ വയ്യാത്തവരെ എല്ലാം ഓണത്തിന് കാറ് കൊണ്ട് കയറ്റി എല്ലാരും കൂടെ ഒരു കാറിലാണ് ഏതെങ്കിലും വിദൂര ഗ്രാമത്തിലേക്ക് പോകുക. ഈ പട്ടികൾ പോലും ഇല്ലാത്ത ഏതോ തട്ടിലേക്ക് പോവുകയാണ്. പട്ടികളിലേക്ക് സിറ്റിയിലാണ്. അപ്പോ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നത് ആ നാട്ടിലുള്ള ആളുകൾ മുഴുവൻ വണ്ടി പിടിച്ച് സിറ്റിയിലോട്ട് വരിക. ബൾബ് കാണാൻ വേണ്ടി. ഈ ബൾബുകളുടെ ലോകത്ത് നിന്ന്, പ്രകാശത്തിന്റെ ലോകത്ത് നിന്ന് നമ്മൾ ആ നാട്ടിലേക്ക് പോകും. അവിടെ ചെല്ലുമ്പോ എല്ലാം ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. തൃക്കാക്കരപ്പൻ ഉൾപ്പെടെയുള്ളവർ അവിടെ ഹാജരാണ്. സ്റ്റേജ് വലുതാണ്, എല്ലാമാണ്. ഒറ്റ കുഞ്ഞില്ല, മൈക്രോ ഓപ്പറേറ്റർ പോലും ബൾബ് കാണാൻ പറഞ്ഞു. പക്ഷെ അവര് പറയും, ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, 4.5 കിലോമീറ്റർ ചുറ്റളവിലാണ് മൈക്ക് വെച്ചിരിക്കുന്നത്. എല്ലാവരും വീട്ടിൽ ഇരുന്നും നിന്നും കിടന്നും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല കാര്യമുണ്ട്. അപ്പോ ഓണം നമ്മുടെ ആവേശമാണ്. ഗ്രാമങ്ങളിൽ ഓണം ഉണ്ടായിരുന്നു. ഈ തിരുവോണത്തിന്റെ അന്ന് എനിക്ക് മറ്റാർക്കും കിട്ടാത്ത ഒരു സൗകര്യം കിട്ടി. കാര്യം, എന്റെ ഇളയ മകന്റെ ചെവിയിലേക്ക് ഒരു ഓണ കൊതുക് കയറിപ്പോയി. അത് തിരിച്ചു പോയെന്നാണ് തോന്നുന്നത്. പക്ഷെ അവൻ പറയുന്ന അവിടെ തന്നെ ഉണ്ട്. ഞാൻ പറഞ്ഞു അത് പോകും. അപ്പൊ അപ്പോൾ നിന്ന ഒരാൾ പറഞ്ഞു, വെളിച്ചെണ്ണ ഇരിപ്പുണ്ട്, അതോ നല്ലെണ്ണ ആയാലും മതി, ഒഴിക്കാം ഓണമായിട്ട്. ഞാൻ അതിനൊന്നും മുതിർന്നില്ല. ഒരു 7 മണിയായപ്പോ ഇവൻ പറഞ്ഞു, ആ കൊതുക് ഇടത് ചെവിയിൽ വന്നെന്ന് തോന്നുന്നു. ഇടത് ചെവിയിലാണ് കയറിയത്. വലിയുണ്ടല്ലോ. ഒരു 7:45 മണിയോടുകൂടി അവന്റെ ഭാവം മാറി, മട്ടു മാറി. ഈ ഓണത്തിന്റെ അന്ന് ENT സ്പെഷ്യലിസ്റ്റ് എവിടെ കിട്ടും?
അല്ലാത്ത ദിവസവും പാടാണ്. പിന്നെ മെഡിക്കൽ കോളേജിൽ പോയാൽ പറ്റും. അങ്ങനെ മെഡിക്കൽ കോളേജിൽ പോയി. മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ അവിടെയാണ് ഓണം. അവിടെ കുറെ അധികം ആളുകളുടെ നെറ്റിയെല്ലാം ഒരേ നിറം, ചില കവിള് ഒരേ നിറം. കവിള് ഞങ്ങളുടെ അലങ്കാരികമായിട്ട് പറഞ്ഞു, കവിളല്ല, ആ ഭാഗമൊക്കെ ഒരേ നിറം, കാലൊരേ നിറമുള്ളവരുണ്ട്. എല്ലാം ചോരയുടെ നിറം. ഓണത്തല്ല് രാജ്യത്തിന്റെ നാനാഭാഗത്ത് ഓണത്തല്ല് അറിഞ്ഞിട്ട് മെഡിക്കൽ കോളേജിൽ പോകണം, ശരിയായ ഓണം കാണണം. ആ വിധത്തിൽ മലയാളികൾ ഓണത്തെ ഹൃദയത്തിൽ അർപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇതിനെല്ലാം അപ്പുറത്ത് അത് പ്രതീക്ഷയുടെയും സന്തോഷത്തിന്റെയും ദിനമാണ്. നമ്മുടെ മഹാബലി ചിരഞ്ജീവികളിൽ ഒരാളാണ്. ചിരഞ്ജീവികൾ എത്ര പേരെന്ന് പറഞ്ഞപ്പോ 14 പറഞ്ഞവരുണ്ട്. 7 പേരാണ് ചിരഞ്ജീവികൾ. 7 പേരാണ്. അശ്വത്ഥമാവ് ആയിലാണ് തുടങ്ങുന്നത്. അശ്വത്ഥമാവ് ചിരഞ്ജീവിയാണ്. മഹാബലി രണ്ടാമത്തെ ആള് മഹാബലിയാണ്. മഹാബലി ചിരഞ്ജീവിയാണ്. വ്യാസൻ ചിരഞ്ജീവിയാണ്. ഹനുമാൻ ചിരഞ്ജീവിയാണ്. ഞാൻ അബദ്ധത്തിൽ ചൂണ്ടിയതാണ്. ഹനുമാൻ ഈ ഓണം പോയി. അപ്പോ ഇങ്ങനെ കുറെ ചിരഞ്ജീവികളുണ്ട്. കൃപൻ ചിരഞ്ജീവിയാണ്. പരശുരാമൻ ചിരഞ്ജീവിയാണ്. ഇതെല്ലാം ഓരോ സ്വഭാവത്തെ ആവിഷ്കരിച്ചുകൊണ്ട് പരശുരാമന്റെ അഹങ്കാരം ആണ് ലോകം അവസാനിക്കുന്നവരെ ഇവിടെ ഉണ്ടാവും. ശ്രീരാമൻ ഇതൊക്കെ പറഞ്ഞാലും പ്രജാക്ഷേമ തൽപരനാണ്, അതാണ് ഇതാണ്, ഏകഭക്തി വൃതനാണ് എന്നൊക്കെ പറഞ്ഞാലും ചിരഞ്ജീവിയല്ല. ഹനുമാനാണ് ചിരഞ്ജീവി. ആ ദാസഭക്തിയുടെ നിത്യ പ്രതീകമായ ഹനുമാൻ. അതുപോലെ ഈ ചിരഞ്ജീവികളിൽ എന്തുകൊണ്ട് ഇദ്ദേഹം വന്നു? മഹാബലി വന്നു. മഹാബലിയുടെ ദാനശീലമാണ്. മഹാബലിയുടെ ഉദാരമായ ദാനശീലമാണ്. ഉദാരമായ ദാനശീലത്തിന്റെ പ്രതിനിധികളാണ് നമ്മൾ. ഉദാരമായ ദാനശീലത്തിന്റെ ഇന്റർനാഷണൽ ക്ലബാണ് ലയൺസ് ക്ലബ്ബ്. അപ്പൊ മഹാബലിയാണ് നമ്മൾ ഇതിന്റെ ഫൗണ്ടർ ആക്കുന്നത്. മഹാബലിയുടെ ഈ ദിവസത്തിൽ നമ്മൾ ഈ ദാനശീലത്തിന്റെയും സ്നേഹത്തിന്റെയും ഒത്തൊരുമയുടെയും കൂട്ടായ്മയുടെയും സഹനത്തിന്റെയും സഹിഷ്ണുതയുടെയും മുത്തുകൾ വാരി വിതറിക്കൊണ്ട് ഇനിയും ബഹുദൂരം വളരെ സന്തോഷത്തോടുകൂടി ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകാം എന്ന സന്ദേശം കൈമാറിക്കൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു.